എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ സാസുകയും ഒറോച്ചിമാറുകയും അവന്റെ അസിസ്റ്റൻസിനെയും കാണിക്കും. അവരെല്ലാവരും ഇപ്പൊ ഒരു പ്രത്യേക ഭാഗത്തേക്ക് വരും. അപ്പോഴായിരിക്കും അവർക്കൊരു സ്മെല്ലും ഒരു പവറും അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുക. അവർ ആ പവർ സെൻസ് ചെയ്ത ഭാഗത്തേക്ക് പോകാനായിട്ട് ആരംഭിക്കും. അല്പം മുൻപോട്ട് പോകുമ്പോഴേ ഒറോച്ചിമാറുവിന് മനസ്സിലാവും അത് മറ്റാരുടെയും പവറല്ല, സാക്ഷാൽ നറൂട്ടോയുടെ പവറാണ്. കട്ട് ചെയ്താ ഇവിടെ നറൂട്ടോയെ കാണിക്കും. അവനാണെങ്കിൽ അവന്റെ നയൻ ടൈൽ പവർ അത് സ്പെഷ്യൽ ടെക്നിക്ക് ഉപയോഗിച്ച് അതിന്റെ ഒരു ഭാഗം ഇപ്പൊ ഹിനട്ടയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. കുട്ടപ്പന്റെ ടാക്ടിക്സ് കണ്ട് ഇപ്പൊ നയൻ ടൈൽ പോലും ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവും. അടുത്ത സെക്കൻഡിൽ നറൂട്ടോ അവനിപ്പോ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അവന്റെ നയൻ ടൈൽ പവർ അത് അവിടെയുള്ള ഷിനോബികൾക്ക് മുഴുവൻ അവനിപ്പോ പാസ് ചെയ്യാനായിട്ട് ആരംഭിക്കും. അത് കണ്ട് ഒബീട്ടോയും മാതുരയും അവർ രണ്ടുപേരും ഷോക്കാവും. ആ വില്ലന്മാര് അവരെന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ ഇപ്പൊ ഹിനട്ട അവൾ എയർ പമ്പ്സ് വെച്ച് ചെറിയൊരു പഞ്ച് ചെയ്യും. ആ പഞ്ച് പോലും അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയില്ല. അതിനെ നയൻ ടൈൽ പവർ വെച്ച് അങ്ങനെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഷിക്കമരു അവനൊരു സെക്കൻഡ് അവന്റെ പപ്പയെ ആലോചിക്കും. അപ്പൊ അവന്റെ പപ്പ പറയും, ഷിക്കമരു, ഞാൻ എല്ലാ കാര്യങ്ങളും നിന്നെ ഏൽപ്പിക്കുകയാണ്. നീ ആക്ച്വലി വലിയൊരു പ്ലാൻ ക്രിയേറ്റർ ആണ്. ഒരുപാട് പവറും കഴിവുള്ള നിനക്ക് ഉറപ്പായിട്ടും ഈ ഒരു ബാറ്റില് അത് വളരെ എളുപ്പത്തിൽ തീർക്കാൻ നിന്നെ കൊണ്ട് കഴിയും. അപ്പോ ഇവിടെ ഈനോ അവളും അവളുടെ പപ്പയെ തന്നെ ആലോചിച്ച് അങ്ങനെ നിൽക്കും. ഈനോയ്ക്കാണെങ്കിൽ അവളുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അവളുടെ പപ്പയുടെ ഫേസ് അത് കാണുമ്പോൾ അവൾ ഏങ്ങലടിച്ച് കരയും. പപ്പ പറയും, നീ ഒരിക്കലും എനിക്ക് വേണ്ടി വിഷമിക്കാൻ പാടില്ല. നമ്മുടെ ഈ ക്ലാനിലെ തന്നെ ഏറ്റവും അഭിമാനമുള്ള ഒരു അടിപൊളി പൂവാണ് നീ. നമ്മുടെ ക്ലാന്റെ പവറും അഭിമാനവും അത് ഉയർത്തിപ്പിടിക്കേണ്ടവള് നീയാണ്. അവസാനമായിട്ട് ഷിക്കാഗോവും ഈനോച്ചിയും അവർ രണ്ടുപേരും പറയും, ഞങ്ങൾ മരിച്ചു പോയാലും എപ്പോഴും ഞങ്ങളുടെ ആത്മാവും ഞങ്ങളുടെ പവറും പ്രൊട്ടക്ഷനും അതൊക്കെ തന്നെ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഉടനെ ഷിക്കമരുവിനും ഈനോയ്ക്കും അവർക്ക് രണ്ടുപേർക്കും അവരുടെ കലി അടക്കാൻ കഴിയില്ല. ആ ഒരു ദേഷ്യത്തിൽ തന്നെ അവരവരുടെ ഫുൾ പവറും കൂടെ ആ നയൻ ടൈൽ പവറൂടെ കമ്പൈൻ ചെയ്ത് ഈനോ ആണെങ്കിൽ മൈൻഡ് ട്രാൻസ്ഫർ ജിപ്സ് ഉപയോഗിച്ച് ഇപ്പോ ഒബീട്ടോയെ അങ്ങനെ ലോക്ക് ചെയ്യും. അവന്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് അവളിപ്പോ അവനെ പൂർണ്ണമായിട്ടും തളർത്തിയിരിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ഷിക്കമരു അവനാണെങ്കിൽ അവന്റെ ഷാഡോ ജിപ്സു അത് ക്രിയേറ്റ് ചെയ്ത് ടെൻടൈലിനെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് കാണുമ്പോൾ നാറ ക്ലാൻ അവർക്ക് ആവേശാവും. അവരും അവരുടെ ഷാഡോ ജിപ്സ് വെച്ച് ഇപ്പൊ ഷിക്കമരുവിന് കട്ട സപ്പോർട്ട് കൊടുക്കും. ഉടനെ ഷിക്കമരു അവനിപ്പോ ഈനോയോട് പറയും, നിന്റെ മൈൻഡ് ട്രാൻസ്ഫർ ജിപ്സു അത് കട്ട് ചെയ്യേ, ഞാൻ എന്റെ ഷാഡോ ജിപ്സ് വെച്ച് അവനെ ലോക്ക് ചെയ്യാൻ പോവാണെന്ന് പറയും. അത് കേൾക്കേണ്ട താമസം അവൾ ആ ജിപ്സ് ബ്രേക്ക് ചെയ്യും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ലീയെ കാണിക്കും. ലീ ആണെങ്കിൽ നെജിയെ കെട്ടിപ്പിടിച്ച് കരയാണ്. ഉടനെ നറൂട്ടോ അവൻ ഫുൾ പവറില് ഇപ്പൊ ലീയോട് പറയും, നെജി അവൻ മരിച്ചിട്ടില്ല, അവൻ ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഒരിക്കലും നമ്മുടെ കോമ്പനന്റ് ആയിട്ടുള്ള നെജി അവന് നമ്മളെ വിട്ട് പോകാനായിട്ട് കഴിയില്ല. എന്നും അവൻ എന്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ ലീ അവൻ ഒരു സെക്കൻഡ് ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കില് ലീയും നെജിയും അവർ രണ്ടുപേരും ഉഷാറായിട്ട് ഫൈറ്റ് ചെയ്ത് ട്രെയിനിങ് എടുക്കാണ്. ആ ഒരു ട്രെയിനിങ്ങില് നെജി ആണെങ്കിൽ ലീയെ അടിച്ചു തെറിപ്പിക്കും. നെജി പറയും, നീ ഗീവ് അപ്പ് ചെയ്യുന്നതായിരിക്കും നിനക്ക് നല്ലത്. നിനക്കൊരിക്കലും എന്റെ പവറിനെ ബീറ്റ് ചെയ്ത് ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് നെജി അവനുണ്ടായ ചേഞ്ചും പിന്നീട് ലീയുമായിട്ട് അവൻ ബെസ്റ്റ് ഫ്രണ്ട് ആയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ലീ ആലോചിച്ച് നിൽക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് പ്രസന്റ് കാണിക്കും. പ്രസന്റിൽ നറൂട്ടോ അവന്റെ നയൻ ടൈൽ പവർ അതിപ്പോ ലീക്കും കൊടുക്കും. കട്ട് ചെയ്താ ഇപ്പൊ കാക്കാഷി കാണിക്കും. കാക്കാഷി ആണെങ്കിൽ നയൻ ടൈൽ പവർ കിട്ടി ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും ഷിക്കാഗോ അവസാനമായിട്ട് കാക്കാഷിയെ കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ച കാര്യം അവൻ ഓർമ്മ വരിക. ഫ്ലാഷ് ബാക്കില് ഇപ്പൊ ഷിക്കാഗോ ആള് ചോദിക്കും, ലാസ്റ്റ് ഫൈറ്റില് നിനക്ക് ഒട്ടും പവറില്ലായിരുന്നു, പക്ഷെ നീ കാമുകി ജിപ്സു അതുപയോഗിച്ച് എയ്ത്ത് ടൈലിനെ അബ്സോർബ് ചെയ്തു, അതുപോലെ തന്നെ ഇജക്ട് ചെയ്തു. അത് ആക്ച്വലി ആ നയൻ ടൈലിന്റെ പവർ ഉപയോഗിച്ചല്ലേ? അതിന് കാക്കാഷി പറയും, അതെ. ഷിക്കാഗോനാണെങ്കിൽ അത് കേൾക്കുമ്പോഴായിരിക്കും മറ്റൊരു ഐഡിയ കിട്ടുക. താങ്ക് യു സോ മച്ച്. ഇതുപോലുള്ള കറക്റ്റ് ഇന്റൽസ് കിട്ടുന്നതുകൊണ്ടാണ് എനിക്ക് വളരെ പെട്ടെന്ന് ഓരോ പ്ലാനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതെന്ന് പറഞ്ഞ് അവൻ ആ കോള് ഡിസ്കണക്ട് ചെയ്യും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. നറൂട്ടോ ആണെങ്കിൽ ആ നയൻ ടൈലിലെ പവർ അത് മുഴുവനും അവന്റെ കോമ്പനൻസിന് ഇപ്പൊ ഷെയർ ചെയ്ത് കഴിഞ്ഞു. നയൻ ടൈലിനാണെങ്കിൽ ഇപ്പൊ കുട്ടപ്പനെ ഓർത്ത് ഭയങ്കര അഭിമാനമാവും. കാരണം നയൻ ടൈലിന്റെ പവറിനെ പോലും അവനെ കൊണ്ട് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നു. അത് അവന്റെ പോലും പെർമിഷൻ ഇല്ലാതെ
കുട്ടപ്പനെ കൊണ്ട് ഡിസ്ചാർജ് ചെയ്യാനും അത് മറ്റുള്ളവർക്ക് ആവശ്യാനുസരണം കൊടുക്കാനും ഇപ്പൊ നറൂട്ടോയ്ക്ക് കഴിയുന്നു. സോ ഇത്രയും പവറുള്ള ഇത്രയും കഴിവുള്ള നറൂട്ടോയെ ഉറപ്പായിട്ടും ഞാനും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞ് ഇപ്പൊ 9 അതും ഫുൾ പവറിൽ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ അലൈൻഡ് ഷിനോബി ഫോഴ്സ് അവര് മുഴുവൻ 9 പവറിൽ അങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണ്. ഒബീറ്റോയ്ക്കാണെങ്കിൽ അവന്റെ പവർ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് മാതുര ഉറപ്പായിട്ടും ഇപ്പൊ ഞാൻ ഒബീറ്റോയെ ഹെൽപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ പരാജയപ്പെട്ടേക്കാം. മാതുരയാണെങ്കിൽ ഇപ്പൊ അടുത്ത സെക്കൻഡ് അവന്റെ പവർ ആ 10 ഒബീറ്റോയുടെ ബോഡിയിലേക്കും അങ്ങനെ പാസ് ചെയ്യും. ഷിക്കമുരു പറയും ഇതാണ് കറക്റ്റ് സമയം, ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ആ 10 അതെന്തെങ്കിലും ചെയ്യും മുമ്പേ ആദ്യത്തെ അറ്റാക്ക് അത് നമ്മുടെ ഭാഗത്ത് നിന്നാവണമെന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തു ചാടും. അവന്റെ തൊട്ടു പിന്നാലെ ബാക്കിയുള്ള ഷിനോബികളും അങ്ങനെ വമ്പ ഫോഴ്സിൽ ഓടിയെടുക്കും. ഹ്യൂഗ ക്ലാൻസ് ടെമരിയൻ ടീമും അങ്ങനെ എല്ലാ ഷിനോബികളും അവരുടെ സ്പെഷ്യൽ പവറുകൾ വെച്ച് ഇപ്പൊ 10 കൗണ്ടർ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. 10 അതിന്റെ 10 കൈ അതുപയോഗിച്ച് അറഞ്ചം പൊറഞ്ചം അടിക്കും. പക്ഷെ നമ്മുടെ അലൈൻഡ് ഷിനോബിയുടെ ഫോഴ്സിന് മുൻപില് അലൈൻഡ് ഷിനോബികളുടെ മുൻപില് അതിനെ കൊണ്ട് അധിക നേരം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. 10 കൈക്ക് ഇപ്പൊ ഒരുപാട് വേദന എടുത്ത് അത് കൈ പുറകിലേക്ക് വലിക്കും. അത് കണ്ട് ഹിയാഷി ആള് ഫുൾ കലിപ്പിൽ പറയും നെജിയുടെ മരണം അതൊരു സാധാരണ മരണമാക്കി മാറ്റാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ പോരാട്ടം അത് നെജിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് ആളും ഫുൾ പവർ എടുത്ത് മുൻപിലേക്ക് വരും. അതിന് ഒബീട്ടോ പറയും ഹ്യൂഗ ക്ലാനിലുള്ള നിനക്കത് പറയാൻ എന്ത് അധികാരം? ഒരു ക്ലാനിനെ തന്നെ 2 പിരിച്ച് മെയിൻ ക്ലാൻ, ബ്രാഞ്ച് ക്ലാൻ എന്നിങ്ങനെ 2 വധഭേദങ്ങളിലേക്ക് മാറ്റി പരസ്പരം 2 ചേരിതിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്ന നിങ്ങൾക്ക് അത് പറയാൻ യാതൊരു അവകാശവും ഇല്ല. അത് കേട്ട് കുട്ടപ്പൻ ഇപ്പൊ ഷിനോബികളെ മുഴുവൻ കൂട്ടി ആ 9 പവർ അത് മൊത്തമായിട്ട് കമ്പൈൻ ചെയ്ത് ഒരു പറവയെ പോലെ അങ്ങനെ പറന്നടുക്കും. ആ ഒരു വലിയ പവർ ആ 10 കൈകള് വെട്ടിയെറിയും. ലീ പറയും റൈറ്റ് സൈഡ് ഞാൻ നോക്കാം, നീ ആ ലെഫ്റ്റ് സൈഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞ് ലീ അവന്റെ 5th ഗേറ്റ് അത് ഓപ്പൺ ചെയ്യും. അടുത്ത സെക്കൻഡ് നറൂട്ടോ അവനാണെങ്കിൽ ഷൂരിങ്കൻ എടുത്ത് അങ്ങനെ കറക്കി എറിയും. 4 പാടും ഷൂരിങ്കൻസ് അത് അറഞ്ചം പൊറഞ്ചം തെറിച്ചു വന്ന് ഒബീറ്റോയുടെയും മാതുരയുടെയും 10th ടൈലിലെയും ബോഡി കണക്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു വയറുകള് അത് കട്ട് ചെയ്തെറിയും. ആ ഒരു വയർ കട്ടായി ഇപ്പൊ 10 ആയിട്ടുള്ള അവരുടെ കമ്മ്യൂണിക്കേഷനും കൺട്രോളും അത് രണ്ടും നഷ്ടപ്പെടും. കട്ട് ചെയ്താ ഇപ്പൊ സാസുകയും ടീമിനെയും കാണിക്കും. അവരങ്ങനെ നടന്ന് ഇപ്പൊ ഉച്ചക ക്ലാനിലെത്തി. ആ ഉസുമാക്കി ക്ലാനില് എത്തിയിട്ടുണ്ടാവും. അവിടെ മുഴുവൻ ഒരുപാട് ബിൽഡിംഗ് ഒക്കെ തകർന്നു കിടക്കുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഒരു വീട്ടില് 40ഓളം മാസ്കുകള് ഇപ്പൊ ഒറോച്ചിമാറു അവൻ കാണും. അതിലൊരെണ്ണം അവൻ സെലക്ട് ചെയ്ത് അവന്റെ കയ്യിൽ വെക്കും. അതേസമയം സാസുക അവൻ ആ ഗ്രാമത്തിലൂടെ ചാടി ഗ്രാമത്തിലുള്ള കാഴ്ചകൾ മുഴുവൻ കണ്ട് അങ്ങനെ ഹായ് ആയിട്ട് നടക്കും. ഉടനെ സുഗട്സു അവനിപ്പോ ഒറോച്ചിമാറുവിനോട് ചോദിക്കും നമ്മൾ എന്തിനാ ഇവിടേക്ക് വന്നേ? ഒറോച്ചിമാറു പറയും സാസുക അവനൊരു ക്വസ്റ്റ്യന്റെ ആൻസർ തേടിയാണ് ഇവിടെ എത്തിയത്. ആ ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ ലീഫ് വില്ലേജ് അത് നശിപ്പിക്കുകയോ ഇല്ലയോ എന്നൊരു തീരുമാനത്തിലെത്തൂ. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് അവരിപ്പോ ഉച്ചിഹ ക്ലാനിലേക്ക് വരും. അവിടെ ഒരു പ്രത്യേക അറ അത് ഓപ്പൺ ചെയ്ത് ഇപ്പൊ സാസുക ആ അറയിലേക്ക് പോവും. ഉടനെ ഒറോച്ചിമാറു അവൻ നേരത്തെ എടുത്ത ആ ഒരു മാസ്ക് അതിട്ട് മുൻപോട്ട് വരും. അടുത്ത സീനില് അവൻ എന്തൊക്കെയോ ചില ജിപ്സും ഒക്കെ ഉപയോഗിച്ച് അടുത്ത സെക്കൻഡ് അവൻ റീബർത്ത് ഡെത്സീല് അതിപ്പോ ഓപ്പൺ ചെയ്യും. സാസുകയാണെങ്കിൽ അവൻ ആ സ്ക്രോളിൽ എഴുതിയ കാര്യങ്ങള് ഒന്നിനു പുറകെ ഒന്നായിട്ട് ആലോചിക്കാനായിട്ട് ആരംഭിക്കും. ആക്ച്വലി ആ ഒരു സ്ക്രോളിൽ എഴുതിയിരിക്കുന്നത് മരിച്ചവരെ എങ്ങനെ തിരികെ കൊണ്ടുവരാം എന്നാണ്. അതിനാദ്യം വേണ്ടത് ഒരു മാസ്ക് ആണ്. ആ ഒരു മാസ്ക് ഉള്ളത് ഉസുമാക്കി ക്ലാനിലാണ്. അതുകൊണ്ടാണ് ആദ്യം അവർ അവിടേക്ക് പോയി ആ ഒരു മാസ്ക് അത് കളക്ട് ചെയ്തത്. കട്ട് ചെയ്താ ഇവിടെ ഒറോച്ചിമാറു അവൻ ആ റീബർത്ത് ജിപ്സു അത് ചെയ്തുകൊണ്ടേയിരിക്കും. അവന് നഷ്ടപ്പെട്ടു പോയ അവന്റെ കൈയും ആ ഒരു പവറും അതുടനെ അവന് തിരികെ കിട്ടും. ഒറോച്ചിമാറു എന്തോ ഒരു ആക്ഷൻ ഇപ്പൊ ജൂഗോയെ നോക്കി കാണിക്കും. ജൂഗോ അങ്ങനെ നടന്നു വന്ന് സാസുകയുടെ ബോഡിയിൽ പ്രസ് ചെയ്ത് അവന്റെ ബോഡിയിലുള്ള 6 വൈറ്റ് സെറ്റ്സുകളെ ഇപ്പൊ പുറത്തേക്ക് കൊണ്ടുവരും. ആ വൈറ്റ് സെറ്റ്സുകളാണെങ്കിൽ ഇപ്പൊ ഒറോച്ചിമാറുവിനെ കണ്ട് ഷോക്കാവും. ഒറോച്ചിമാറു പറയും ആസിരാമ സെൻസൈയുടെ സെല്ല് അതുപയോഗിച്ചല്ലേ നിങ്ങൾ ക്രിയേറ്റ് ആയത്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ആക്ച്വലി നിങ്ങൾ ക്രിയേറ്റ് ചെയ്തത് പോലും ഞാനാണ്. തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഇവന്റെ ബോഡിയിൽ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ കറക്റ്റായിട്ട് തിരിച്ചറിഞ്ഞു. ഉടനെ ജൂഗോ അവനാണെങ്കിൽ 2 വൈറ്റ് സെറ്റ്സുകളെ വാ പിടിച്ച് അങ്ങനെ പിളർന്ന് ഒറ്റകളുടെ പവർ അബ്സോർബ് ചെയ്തെടുക്കും. അതേസമയം ഒറോച്ചിമാറു അവനാണെങ്കിൽ ബാക്കിയുള്ള 4 വൈറ്റ് സെറ്റ്സു അവറ്റകൾ ഉപയോഗിച്ച് പഴയ 4 ഹൊക്കാഗുകളെ ഇപ്പൊ തിരികെ കൊണ്ടുവരാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.